السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവ ബഹുലമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള നമ്മുടെ വിശദീകരണത്തിനിടയിൽ അവിടുത്തേക്ക് നേരിടേണ്ടി വന്ന അഗ്നി പരീക്ഷണത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. ആ അഗ്നിയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം മുഖേന രക്ഷപ്രാപിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം രാജകൊട്ടാരത്തിൽ രാജാവിന്റെ മുമ്പിൽ നടത്തിയ ഒരു സംവാദം വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിരിക്കുകയാണ്. സൂറത്തുൽ ബഖറ 258 ആയത്തിലൂടെ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ രാജ്യത്ത് ഭരണം നടത്തിയിരുന്ന രാജകുടുംബത്തിന്റെ പേരായിരുന്നു നമ്രൂദ് കുടുംബം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കിസ്റ കൈസർ എന്നറിയപ്പെടുന്നത് പോലെ, ഫറോവമാർ എന്നറിയപ്പെടുന്നത് പോലെ നമ്രൂദുമാർ എന്നറിയപ്പെടുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട, എന്നാൽ അയാളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അയാളും ഫറോവയെ പോലെ ദിവ്യത്വം ബാധിച്ചിരുന്നു. ഞാനാണ് റബ്ബെന്നും ഞാനാണ് എല്ലാം കാര്യങ്ങളൊക്കെ എനിക്കും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാനും നിർവഹിക്കും എന്നൊക്കെയുള്ള തികച്ചും ധാർഷ്ട്യത്തോടുകൂടെയുള്ള ഒരു പെരുമാറ്റമുണ്ടായിരുന്ന ആ രാജാവ് അയാളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമീപിക്കുകയാണ്. അയാള് അധികാരം കൊണ്ട് മത്തുപിടിച്ച വ്യക്തിയാണ് എന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ റബ്ബിന്റെ കാര്യത്തിൽ അയാൾക്ക് തർക്കിക്കാൻ ധൈര്യം വന്നത് അയാൾക്ക് കിട്ടിയ രാജാധിപത്യമായിരുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സൂചന. അള്ളാഹു ആ ആയത്ത് പറയുന്നിടത്തിന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹ് ചോദിക്കുകയാണ്, അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീ ഹാജ ഇബ്രാഹിം, ഇബ്രാഹിമിനോട് തർക്കിച്ച ഒരുവനെ കണ്ടില്ലേ? ആരുടെ വിഷയത്തിലാ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഇയാൾ തർക്കിച്ചത്? ഫീ റബ്ബിഹി, തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച് സംരക്ഷിച്ചു പോലുന്ന യജമാനനായ റബ്ബിന്റെ കാര്യത്തിലായി ഇയാൾ തർക്കിക്കുന്നത്. എന്താണ് അയാൾ തർക്കിക്കാൻ പ്രേരിപ്പിച്ചത്? അയാളുടെ ധാർഷ്ട്യം എന്ത് കാരണത്താലാണ്? അൻ ആതാഹുല്ലാഹുൽ മുൽക, അയാൾക്ക് അധികാരം കിട്ടി എന്നുള്ളതാണ്. അയാൾക്ക് മുൽക്ക്, രാജാധിപത്യം അള്ളാഹു അയാൾക്ക് കൊടുത്തതാണ്. ആ അധികാരത്തിന്റെ മത്തിൽ, അധികാരത്തിന്റെ ലഹരിയിൽ അയാൾ എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പല മനുഷ്യർക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കുറച്ച് സമ്പത്തും കുറച്ച് സ്വാധീനമൊക്കെ ഉണ്ടാകുമ്പോ അവന് തോന്നുകയാണ് ഞാൻ തന്നെ എല്ലാത്തിനും പോന്നവനാണ്. വിനീതനാവേണ്ടതാണ് മനുഷ്യൻ. അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടുമ്പോ
അഹങ്കരിക്കേണ്ടതിന് പകരം ഒരു സത്യവിശ്വാസി വിനീതനാവുകയാണ് വേണ്ടത്. അത് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടാലും, അധികാരം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടാലും, ഇൽമു കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടാലും, ഏതനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടാലും മനുഷ്യൻ വിനീതനാവുകയാണ് വേണ്ടത്. അവൻ അഹങ്കരിക്കുകയല്ല വാസ്തവത്തിൽ വേണ്ടത്. എന്നാൽ മനുഷ്യനൊരു ദുസ്വഭാവം ഉണ്ടെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുമുണ്ട്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. മനുഷ്യൻ അവൻ അഹന്തയിൽ ആ രൂപത്തിലുള്ള ധിക്കാരത്തിന്റെ സ്വഭാവം മനുഷ്യൻ കാണിക്കുക തന്നെ ചെയ്യുന്നു. എന്താ അവൻ കാണിക്കാൻ കാരണം? റആഹു ഇസ്തഗ്നാ, അവൻ തന്നെ കാണുകയാണ്. ഇസ്തഗ്നാ, ഞാൻ എല്ലാത്തിനും പോന്നവനാണ്, എന്റെ കാര്യത്തിന് ഞാൻ മതി, ഞാൻ തന്നെ സ്വയം ധന്യനാണ്, എനിക്കൊരാളുടെയും ആശ്രയം വേണ്ട എന്നൊക്കെയുള്ള മട്ടിൽ ചിലപ്പോ മനുഷ്യന്മാർക്ക് ആ രൂപത്തിലുള്ള ചില തോന്നലുകളൊക്കെ വരുന്നുണ്ട്. അത് നല്ലതിനല്ല, അത് വേണ്ട എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് വിനീതനാവുകയാണ് വാസ്തവത്തിൽ മനുഷ്യൻ വേണ്ടത്. ഇയാളും എന്തു ചെയ്തു? അല്ലാഹു നൽകിയ അധികാരമാകുന്ന നിഅമത്ത് അത് മുഖേന ജനങ്ങൾക്ക് സേവനം ചെയ്ത് റബ്ബിനനുസരിച്ചുകൊണ്ട് നന്ദി കാണിച്ച് ജീവിക്കേണ്ടതിന് പകരം ആ റബ്ബിനെ തന്നെ ചോദ്യം ചെയ്യാനാണ് ഈ ധിക്കാരിയായ രാജാവും തയ്യാറായത്. എന്തായിരുന്നു അവർക്കിടയിലെ സംവാദ വിഷയം എന്ന് ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. റബ്ബിനെ പരിചയപ്പെടുത്താൻ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തപ്പോ രാജാവ് തിരിച്ചു ചോദിക്കാണ്, ഏതാ നീ പറയുന്ന ഇലാഹ്? ആ ഇലാഹിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന്റെ വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു. ഇത് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം രാജാവിനോട്, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ യജമാനനായ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനുമാണ് മരിപ്പിക്കുന്നവനുമാണ്, അവനാണ് അതിന് കഴിവുള്ളവൻ. ഖാല, അപ്പോൾ ഇവൻ പറഞ്ഞു, അന ഉഹ്യീ വ ഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും, എനിക്കും അതിന് പറ്റും. അയാള് ന്യായം പറഞ്ഞ രണ്ടാളെ പിടിച്ചു കൊടുത്തിട്ട് ഒരാളതാ ഞാൻ ജീവിച്ചോ, അയാളെ വെറുതെ വിട്ട് ഒരാളെ കൊല്ലും ചെയ്യാം, ഇതെനിക്ക് പറ്റുമല്ലോ, ഞാനപ്പൊ കൊല്ലുന്നതും ജീവിപ്പിച്ചതും. അയാൾക്ക് പറയാനുള്ള ന്യായീകരണം യാതൊരു നിലക്കുള്ള യുക്തിയും തത്വദീക്ഷയും ഇല്ലാത്ത നിലക്കുള്ള ഒരു വർത്തമാനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത്തരത്തിലുള്ള വിഡ്ഢികളെ നാവടക്കുന്ന നിലക്കുള്ള ചോദ്യത്തിലേക്ക് പ്രവേശിച്ചു. അടുത്ത ചോദ്യം വളരെ കൃത്യമായി കൊള്ളേണ്ടിടത്ത് കൊള്ളുന്ന ചോദ്യമാ ചോദിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബി, നീ സൂര്യനെ നോക്കുക, സൂര്യൻ കിഴക്ക് നിന്നുദിക്കുന്നു, അതെന്റെ രക്ഷിതാവ്. ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഞാൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹു, യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി, അവൻ സൂര്യനെ കൊണ്ടുവരുന്നത് മിനൽ മശ്രിഖി, കിഴക്ക് നിന്നാണ് അതിനെ ഉദിപ്പിക്കുന്നത്. എങ്കിൽ ഫഅതി ബിഹാ, നീ ആ സൂര്യനെ ഒന്ന് കൊണ്ടുവാ, മിനൽ മഗ്രിബി, പടിഞ്ഞാറ് നിന്നതൊന്ന് ഉദിപ്പിച്ചു കൊണ്ടുവാ. കിഴക്കുന്നുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കല അപ്പൊ സൂര്യന്റെ പതിവ്. എന്നാ പിന്നെ നിനക്കെല്ലാത്തിനും കഴിയുന്നല്ല വാദം, അതൊന്ന് പടിഞ്ഞാറ് നിന്ന് വാ, പടിഞ്ഞാട്ട് നിന്ന് ഉദിപ്പിക്ക്. ഫബുഹിതല്ലദീ കഫറ, ഈ നിഷേധിയായ നിഷേധി അത്ഭുതസ്തബ്ധനായി ഉത്തരം മുട്ടിപ്പോയി. അവൻ എന്തെങ്കിലും പിന്നെ പറയാനുണ്ടോ? അവന്റെ നാക്കടങ്ങിപ്പോയി, അവന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനതയെ ഒരിക്കലും അല്ലാഹു നന്നാക്കുന്നതല്ല. കണ്ടോ, ഇവിടെ അയാളുടെ ആ ധാർഷ്ട്യത്തിന് കൃത്യമായി ഇബ്രാഹിം അലൈഹിസ്സലാം അയാളുടെ നെഞ്ചിലേക്ക് തറച്ച് കയറുന്ന ചോദ്യം ചോദിച്ചതോടുകൂടി പിന്നെ അയാൾക്ക് മിണ്ടാനൊന്നുമില്ല. എന്നിട്ട് അയാൾ വിശ്വസിച്ചോ? ഇല്ല. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, അധികാരാണ് കയ്യിൽ, ഉത്തരം മുട്ടിയാ പിന്നെ വേറൊന്നും പറയാനില്ല, മറ്റൊന്നും അയാൾക്ക് മിണ്ടാട്ടമില്ല. അയാൾ അവിടെ വമ്പിച്ച പരാജയപ്പെട്ടു പോയി. നന്നായില്ല, കാരണം അള്ളാന്റെ ഹിദായത്ത് കൊടുക്കണ്ടേ, അള്ള കൊടുക്കണ്ടേ. ആരായിട്ടും കാര്യമൊന്നുമില്ല, ബോധ്യമായിട്ടൊന്നും കാര്യമില്ല. ബോധ്യായവര് മുമ്പ് വിശ്വസിച്ചോളണമെന്നൊന്നുമില്ല, ബോധ്യമായവര് മുഴുവൻ വിശ്വസിച്ചോളണമെന്നില്ല എന്ന് ലോക ചരിത്രം എങ്ങനെയാണ്. ഇയാൾക്കും ബോധ്യമായി, പക്ഷെ അയാളുടെ അഹങ്കാരം, അയാളുടെ ധിക്കാരം, അങ്ങനെയാണല്ലോ കുറെ ആളുകളുണ്ട്. സത്യാന്നൊക്കെ ബോധ്യാവും, എന്നാലും അംഗീകരിക്കൂല, ആ നിന്നോട് തന്നെ നിൽക്കും.
അത് അള്ളാന്റെ ഒരു തൗഫീക്ക് കിട്ടിയാലേ മനസ്സിലാക്കിയ ബോധ്യമായ സത്യത്തിലേക്ക് മടങ്ങാൻ കഴിയുള്ളൂ. അല്ലാത്തൊരാ പിടിവാശി തന്നെ നിൽക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ സംഭവം നമുക്ക് ഇതിലൂടെ നൽകപ്പെടുന്ന ഒരു പാഠമാണ്. അധികാരത്തിന്റെ മത്ത് തലക്ക് പിടിച്ച അയാൾക്ക് കിട്ടിയ കൃത്യമായ നിലക്കുള്ള ആ കൂരമ്പ് പോലത്തെ ചോദ്യം കിട്ടിയിട്ട് അയാൾക്ക് നന്നാവാൻ കഴിഞ്ഞില്ല, അയാൾ മാറിയില്ല. കാരണം അയാൾക്ക് അള്ളാന്റെ തൗഫീഖ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അവരെ വിട്ടു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ സന്തോഷ വാർത്തയുണ്ടായ ഒരുപാട് കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ എന്ന കുഞ്ഞ് ജനിക്കുകയാണ്. ആരിൽ? മുമ്പൊരു രാജാവ് സാറ ബീവിക്ക് ഹദിയയായി കൊടുത്ത ഹാജർ എന്ന് പറയുന്ന ആ ഭാര്യയിൽ, ആ സ്ത്രീയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. സ്വാഭാവികമായും സാറാ ബീവി റളിയല്ലാഹു അൻഹ വന്ധ്യയാണ്, പ്രസവിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹാജറിലാണെങ്കിൽ കുഞ്ഞു ജനിക്കുകയും ചെയ്തു. അതവർക്കിടയിൽ മനുഷ്യർ എന്ന നിലക്കുള്ള സ്വാഭാവികമായ ചില അസ്വാരസ്യങ്ങൾക്ക് ഇടവച്ചു. അതൊരു ചെറിയ പ്രശ്നങ്ങൾക്കിടയായി. സഹകളത്രകൾ, രണ്ട് ഭാര്യമാർ, അവർക്കിടയിൽ അതൊരൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രശ്നത്തിന് കാരണമായി. ഒന്നിച്ച് ഇനി ഇവർ രണ്ടാളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയായ ഹാജർ റളിയല്ലാഹു അൻഹയെയും കുഞ്ഞായ ഇസ്മായിലിനെയും കൂട്ടി അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമും ഹാജറ ബീവിയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും കൊണ്ട് മക്കയിലേക്ക് പോകുന്നത്. ആ കാലത്ത് മക്ക രാജ്യം എന്ന് പറയുന്നത് വലൈസ ബിമക്കത യൗമൈദിൻ അഹദുൻ, അവിടെ ജനവാസമില്ല, ഒരാളുമില്ല. വലൈസ ബിഹാ മാഉൻ, ഒരിറ്റ് വെള്ളം പോലും കിട്ടാത്ത പ്രദേശമാണ്. അക്ഷരാർത്ഥത്തിൽ മരുപ്പറമ്പാണ്, മരുക്കാടാണ്, മരുഭൂമിയാണ്. അങ്ങനെ ആ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവിയെയും ഈ കുഞ്ഞിനെയും കൊണ്ട് മക്ക രാജ്യത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തി. അവരെ രണ്ടാളെയും അവിടെ അള്ളാന്റെ നിർദ്ദേശമുള്ള സ്ഥലത്ത് അവിടെ പാർപ്പിച്ചു. അങ്ങനെ അവരുടെ കയ്യിൽ ഒരു തോൽപാത്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളം വെച്ചു കൊടുത്തു. ഒരു പാത്രത്തിൽ അല്പം ഈത്തപ്പഴവും കാരക്കയുമുണ്ട്, അതും വെച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാന്റെ നിർദ്ദേശപ്രകാരം നോക്കൂ നിങ്ങൾ, കടുത്ത പരീക്ഷണമാണ് നേരിടുന്നത്. അള്ളാന്റെ നിർദ്ദേശമാണ്, അവരെ ദൂരദിക്കിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം. അള്ളാഹുവിന് അതിലൂടെ ലോകത്തിന്റെ ചരിത്രത്തിൽ വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം അല്പം പോലും ചാഞ്ചല്യമില്ലാതെ റബ്ബെന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന, റബ്ബിനോട് ഏത് പ്രതിജ്ഞ എടുത്താലും അത് സ്വീകരിക്കുന്ന, എന്ത് അനുസരിക്കണമെന്ന് പറഞ്ഞാലും അനുസരിച്ച നേതാവാണല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാന്റെ ആ അള്ളയാണ് തന്നോട് കൽപ്പിക്കുന്നത്, കൈക്കുഞ്ഞിനെയും ഭാര്യയെയും മക്കയിൽ കൊണ്ടുപോയി ആൾപ്പാർപ്പില്ലാത്തൊരിടത്ത് ഒറ്റക്ക് താമസിപ്പിക്കണം. ആദ്യമായി കിട്ടിയ ഒരു മോനാണ്. അതുപോലെ തന്നെ വിജനമായ ഭൂമിയിലാണ് കൊണ്ടുപോയി ആക്കാനുള്ളത്. എന്ത് ചെയ്യും എന്ന തിരിച്ചുള്ള ചോദ്യമൊന്നും അവിടെയില്ല. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു നേതാവായതുകൊണ്ട്, ഏതിനേക്കാളും അള്ളാനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, അള്ളാഹുമായിട്ടുള്ള ചങ്ങാത്തം എന്തിനേക്കാളും മികച്ച വ്യക്തിത്വമായതുകൊണ്ടാണല്ലോ ഖലീലുല്ലാഹി, അള്ളാന്റെ ഉറ്റമിത്രം എന്ന പേര് പോലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയത്. അങ്ങനെ ഈ കുഞ്ഞിനെയും ഭാര്യയായ ഹാജറ ബീവിയെയും അവിടെ കൊണ്ടുപോയി പാർപ്പിച്ച് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു നടക്കുമ്പോൾ ഉമ്മു ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജറ ബീവി ഭർത്താവിനെ പിന്തുടർന്നുകൊണ്ട് ചോദിക്കുന്നു, യാ ഇബ്രാഹിം أين تذهب وتتركنا بهذا الوادي الذي ليس فيه إنس ولا شيء.
എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞങ്ങളെ ഈ മരുക്കാട്ടിലിട്ടുകൊണ്ട്, ആരുമില്ലാത്ത ഈ വിജനമായ പ്രദേശത്ത് ഇട്ടുകൊണ്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ആ മഹദി അത് പലതവണ ചോദിച്ചപ്പോഴും ഒന്നും മറുപടി പറയാതെ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നടക്കുക തന്നെയാണ്. ആ അവസരത്തിൽ മഹദി ഒരു ചോദ്യം ചോദിച്ചു, അല്ലാഹു അല്ലദീ അമറക ബിഹാദാ, അല്ലാഹ് നിങ്ങളോട് ഇത് കൽപ്പിച്ചത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ചെയ്യുന്നത്? അല്ലാഹ് നിങ്ങളോട് പറഞ്ഞത് കൊണ്ടാണോ ഞങ്ങളെ ഇവിടെ ആക്കണമെന്ന്, നിങ്ങൾ പോകണം എന്ന് അല്ലാഹ് നിങ്ങളെ പറഞ്ഞ് അള്ളാന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അതെ, അള്ളാന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ചെയ്യുന്നത്. ആ അവസരത്തിൽ തവക്കുലിന്റെ ഏറ്റവും വലിയ ദാർഢ്യതയുള്ള ഹാജറ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, എങ്കിൽ സമാധാനത്തോടെ പൊയ്ക്കോളൂ, ഇതന്നെങ്കിൽ അങ്ങനെയാണ് കാര്യമെങ്കിൽ ലാ യുദയ്യിഉനാ, അല്ലാഹ് ഞങ്ങളെ ഒരിക്കലും കൈവടിയൂല, അല്ലാഹ് ഞങ്ങളെ ഒരിക്കലും നഷ്ടത്തിലാക്കൂല, അല്ലാഹ് ഞങ്ങളെ ഒരിക്കലും വഴിയാധാരമാക്കുകയില്ല എന്ന് മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹാ സ്വയം സമാധാനിപ്പിക്കുന്നു, ഭർത്താവിനെ യാത്രയയക്കുന്നു. ഇപ്പൊ ആലോചിച്ചു നോക്കൂ, ഒറ്റക്കുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ വർത്തമാനവും പറഞ്ഞിട്ട് സുമ്മ റജഅത്ത്, മഹദി അവരെ ഇരുത്തിയേടത്തേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. കാരണം അവർ റബ്ബിൽ തവക്കുലാക്കി കഴിഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആര് അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നുവോ അവൻ മതി, അല്ലാഹ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കതൊക്കെ കേവലം ചില വർത്തമാനങ്ങളാണ്. നിസ്സാര ഘട്ടങ്ങളിൽ പോലും തവക്കുൽ നഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അതേ അവസരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പത്നി ആ ഹാജറ റളിയല്ലാഹു അൻഹാ, അവർക്ക് തവക്കുൽ അത് വളരെ കഠിനമാണ്, വളരെ ഹൃദയത്തിൽ തട്ടിയ തവക്കുലാണ്. അതുകൊണ്ടാണ് അവർ മറുപടി പറഞ്ഞത്, പേടിയില്ല, പൊയ്ക്കോ, അല്ല പറഞ്ഞിട്ടാണെങ്കിൽ ആ അല്ല ഞങ്ങളെ നോക്കും, ആ അല്ല ഞങ്ങൾക്ക് കാവല് നൽകും, ആ അല്ല ഞങ്ങളെ വഴിയാധാരമാക്കില്ല, ആ അല്ല ഞങ്ങളെ നഷ്ടപ്പെടുത്തില്ല എന്നും പറഞ്ഞ് അവരുടേതായ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ വിട്ടുകൊണ്ട് അല്പദൂരം അങ്ങ് പോയി. ഹൈസു ലാ യറൗനഹു, ഇവരെ പിന്നെ നോക്കിയാൽ കാണുന്ന ദൂരത്തല്ല, അതിന്റെയും അപ്പുറത്തേക്ക് പോയിട്ട് ഒരു ഭാഗത്ത് നിന്നിട്ട് ഇസ്തഖ്ബല ബിവജ്ഹിൽ ബൈത്ത്, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന പരിശുദ്ധ കഅബാലയം ഉള്ള ഭാഗം, ആ ഭാഗത്തല്ലോ ഇവരെ ഇരുത്തിയിട്ടുമുള്ളത്. അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് സുമ്മദ ബിഹൗലായിൽ കലിമാത്ത് വറഫഅ യദൈഹി, ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് താഴെ പറയുന്ന പ്രാർത്ഥന ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. അവിടെ നിന്നിട്ട് മഹാനവറുകൾ ഒരു ദുആ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. സൂറത്ത് ഇബ്രാഹിം എന്ന് പേരുള്ള അതേ അധ്യായത്തിലെ 37-ാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി, എന്റെ സന്തതികളിൽ നിന്ന് ഒരാളെ ഞാനിതാ ഈ താഴ്വരയിൽ താമസിപ്പിച്ചിട്ടാ പോകുന്നത്. എങ്ങനെയുള്ള താഴ്വരയാണ്? ഗൈരി ദീ സർഇൻ, ഒരു കൃഷിയും അവിടെയില്ല, കൃഷിയോഗ്യമായ മണ്ണുമല്ല, വെള്ളവുമില്ലാത്ത പ്രദേശത്ത്, ഇന്ദ ബൈതികൽ മുഹറം, പരിപാവനമായ നിന്റെ ഭവനം വരാൻ പോകുന്ന ആ ഇടത്ത് റബ്ബേ ഞാനിതാ താമസിപ്പിച്ചു പോവുകയാണ്. എന്തിനാ ഞാൻ അവരെ അവിടെ താമസിപ്പിക്കുന്നത്? റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ, അവര് നിസ്കാരം നിലനിർത്താൻ വേണ്ടി. ഒന്നാമത്തെ ലക്ഷ്യം പറഞ്ഞത് അതാ, ഒരു നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ തന്നെ താമസിപ്പിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാണ്.
കണ്ടോ നിസ്കാരത്തിന്റെ മഹത്വം. അന്നുമുണ്ട് നിസ്കാരം, ഇന്നുമുണ്ട് നിസ്കാരം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും എത്രയോ ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായി പോയ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലത്തുമുണ്ട് നിസ്കാരം, എന്നുമുണ്ട് നിസ്കാരം. എല്ലാ പ്രവാചകന്മാർക്കുമുണ്ട് നിസ്കാരം. അതേ ആ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത് നിസ്കാരം നിലനിർത്തണം. അത് ലോകത്തുള്ള മുഴുവൻ മക്കൾക്കും എല്ലാവർക്കും ബാധ്യതയാണ്. നിസ്കാരം നിലനിർത്തണം, നിസ്കാരം നിലനിർത്തണം. അത് ഒഴിച്ചുകൂടാനാകാത്തൊരു സംഗതിയാണ്. ഇതിനാ പടച്ചോനെ അവരെ അവിടെ താമസിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ വേറൊരു പ്രാർത്ഥനയിൽ ഇതേ കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. റബ്ബി ജഅൽനീ മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനീ, എൻ്റെ റബ്ബേ നീ എന്നാക്കണേ, മുഖീമസ്സലാ, നിസ്കാരം ശരിക്കതിന്റെ സമയത്ത് യഥാർത്ഥമായ നിലക്ക് നിലനിർത്തുന്നവരിൽ നീ എന്നെ പെടുത്തണേ. നബിയുടെ പ്രാർത്ഥന, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും അത് നിലനിർത്തുന്നവരെ നീ നിശ്ചയിക്കണം റബ്ബേ. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ രക്ഷിതാവേ നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചാലും. ആ പ്രാർത്ഥനയിലും മുഴച്ചു നിൽക്കുന്ന ഒരു നിസ്കാരത്തിന്റെ മഹത്വം. നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ നിസ്കരിക്കുന്നു എന്നാണ് വെപ്പ്. സുബഹിക്ക് വരുന്നുണ്ടോ എന്ന് ചോദ്യം, സുബഹിക്ക് എത്തുമോ എന്ന് ചോദ്യം, സുബഹിക്ക് ജമാഅത്തിനെത്തുമോ എന്ന് ചോദ്യം നമ്മളോട് ചോദിക്കാൻ, 5 നേരവും അള്ളാഹ് നിശ്ചയിച്ചയിടത്ത് പോയി അത് നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ മുൻഗാമികളായ മഹാന്മാരായ പ്രവാചകന്മാര് വരെ തേടിയ തേട്ടം ഇന്ന് വരെ ഞാനും നിങ്ങളും തേടിയോ? അല്ലാഹ് നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് ഇന്ന് വരെ മനസ്സറിഞ്ഞ് നമ്മൾ തേടിയിട്ടുണ്ടോ? തേടിയിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ, തുടർന്നോളൂ. തേടിയിട്ടില്ലേ, തേടണം. തേട്ടത്തെ സാർത്ഥകമാക്കുന്ന നിലക്ക് അതിനുള്ള പണിയെടുക്കണം. ഇസ്ലാം നമുക്കത് പഠിപ്പിച്ചു തരാം. ശരി, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ ആവശ്യം, അല്ലാഹ് ഇവിടെ തന്നെ പാർപ്പിച്ചു പോകുന്നത് അവർ നിസ്കാരം ശരിക്കും നിലനിർത്തണം. തീർന്നില്ല. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, ജനമനസ്സുകളൊക്കെ അവരിലേക്ക് നീ ആകർഷിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ പാർപ്പിച്ചു പോകുന്ന ഈ നാടുണ്ടല്ലോ, ഈ നാട്ടിലേക്ക് ജനങ്ങളുടെ മനസ്സുകളൊക്കെ ചായണം. ഫജ്അൽ, നീ നിശ്ചയിക്കണം, അഫ്ഇദതം മിനന്നാസി, ജനങ്ങളിൽ നിന്നുള്ള ഹൃദയങ്ങളൊക്കെ തഹ്വീ ഇലൈഹിം, ആ മണ്ണിലേക്ക് ഇങ്ങനെ ആശ വെക്കണം. അതെ, ആ പ്രാർത്ഥനയുടെ ഫലമാണ് ലോകത്ത് ഇന്നും കഅബാലയം എന്ന് കേൾക്കുമ്പോ, വിശുദ്ധ മക്ക എന്ന് കേൾക്കുമ്പോ എത്ര തവണ പോയാലും പിന്നെയും മനസ്സ് പറയുന്നു പോണം, ഇനിയും പോണം. അവസരം ഒത്തുവന്നാൽ പോണം. പോകാൻ കഴിയാത്ത സങ്കടം, പോയിട്ടില്ലാത്ത വേദന ഒക്കെ മനുഷ്യരുടെ മനസ്സിലുണ്ട്. എന്താ കാരണം? ആ മണ്ണിനോട്, അത് കാണാത്തവർക്കും കണ്ടവർക്കും പിന്നെയും പിന്നെയും കണ്ടവർക്കുമൊക്കെ എപ്പോഴും അവരുടെ മനസ്സിങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ. അതേ, മനുഷ്യ മനസ്സുകൾ അങ്ങോട്ട് ചായ്വ് കൊടുക്കണേ. ആ പ്രാർത്ഥന മനുഷ്യരുടെ മനസ്സ് ഇന്നും മക്കയിലേക്ക് ചാഞ്ഞുകൊണ്ട ആഗ്രഹം, അവിടെ പോണം പോണം. തീർന്നില്ല. മൂന്നാമത്തെ കാര്യം, വറുസുഖുഹും മിനസ് സമറാത്ത്, നീ അവർക്ക് നൽകണം. മിനസ് സമറാത്തി, കായ്കനികളിൽ നിന്ന് ധാരാളം നൽകണം, ഫലങ്ങൾ നൽകണം, സമറാത്തുകൾ നൽകണം എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തേടുകയാണ്. ലഅല്ലഹും യശ്കുറൂൻ, അവര് നന്ദിയുള്ളവരായേക്കാം. ഇന്നും മക്ക രാജ്യത്ത് കിട്ടാത്ത ഒരു വിഭവങ്ങളും ഇല്ല. മക്കയിൽ വാസ്തവത്തിൽ വെള്ളവും അതുപോലെ തന്നെ കാരക്കയും അതൊക്കെ മാത്രമേ അവിടെ ഉള്ളുവെങ്കിലും ആ രാജ്യത്ത് കിട്ടാത്ത വിഭവങ്ങളില്ല, പഴവർഗ്ഗങ്ങളില്ല, ഫലങ്ങളില്ല. എല്ലാം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലം ഇന്നും മക്ക രാജ്യത്ത് ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിലും അങ്ങോട്ടെത്താത്ത വിഭവങ്ങളില്ല, ഫലങ്ങളില്ല. ആ പ്രവാചകന്റെ പ്രാർത്ഥന, ലഅല്ലഹും യശ്കുറൂൻ, അവര് നന്ദി കാണിക്കുന്നവരായേക്കും.
ഇബ്രാഹിം അലൈഹിസ്സലാം കുഞ്ഞിനെയും ഹാജറിനെയും താമസിപ്പിച്ചിട്ട് ഒരിടത്തേക്ക് മാറി നിന്ന് അല്പം ദൂരെ നിന്നുകൊണ്ട് വാനലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച ആ പഴയകാല പ്രാർത്ഥനയാണ്. അതിന്റെ ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം അവിടം വിട്ട് പോവുകയാണ്. അങ്ങനെ ഭർത്താവ് പോയി കൈക്കുഞ്ഞിനെയും കൊണ്ട് മരുക്കാട്ടിലിരിക്കുകയാണ് നമ്മുടെ ഉമ്മു ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജറ ബീവി. അവര് വജഅലത്തു ഉമ്മു ഇസ്മായിൽ തുർദിഉ ഇസ്മായിലിന് അവര് മുലയൂട്ടിക്കൊണ്ടിരുന്നു. വതശ്റബു മിൻ ദാലികൽ മാ, മുലപ്പാല് ചൊരത്തണമെങ്കിൽ ഉമ്മാക്ക് വല്ലതും കുടിക്കണ്ടേ? അവിടെ ഇബ്രാഹിം വെച്ചുപോയിട്ടുള്ള തോൽപാത്രത്തിലുള്ള വെള്ളമാണ് കുടിക്കുന്നത്, ആ കാരക്കയാണ് ഭക്ഷിക്കുന്നത്. ഹത്താ ഇദാ നഫിദ മാ ഫിസ് സിഖാ, അവിടെ വെച്ചുപോയിട്ടുള്ള തോൽപാത്രത്തിലെ ആ കുടിവെള്ളം അങ്ങ് തീർന്നു പോയപ്പോൾ അതിശത്ത് ഉമ്മ ദാഹിച്ചുപോയി. വഅതിശ ഇബ്നുഹാ, ഉമ്മ ദാഹിച്ചാ പിന്നെ മുലപ്പാല് വരില്ലല്ലോ, കുട്ടിക്കും കുടിക്കാൻ പാലില്ലാതെ പോയി. കുഞ്ഞും ദാഹിച്ചു വരളുന്നു. വജഅലത് തൻദുറു ഇലൈഹി യതലവ്വ ഔ ഖാല യതലബ്ബത് ഫന്തലഖത് കറാഹിയത അൻ തൻദുറ ഇലൈഹി. വിശന്ന് വലഞ്ഞിട്ട് തന്റെ പൊന്നോമനപുത്രൻ ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ച, ആ ദയനീയമായ രംഗം കാണാൻ കഴിയാതെ, ആ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പോലും മനസ്സ് സമ്മതിക്കാതെ വേദനിക്കുന്ന മനസ്സുമായി ബീവി അവിടെ നിന്ന് പോകുന്നു. എവിടേക്ക് പോകാനാ? തൊട്ടപ്പുറത്ത് 2 കുന്നുകൾ മാത്രമാണ് കാണുന്നത്. ഫവജദത്തിസ് സഫാ, അവരുടെ ദൃഷ്ടിയിൽപ്പെടുന്നത് സഫാ മലയാണ്. അഖറബു ജബലിൻ ഫിൽ അർളി, അതേ അവർ താമസിക്കുന്നതിന്റെ അടുത്ത് കാണുന്ന പർവ്വതത്തിൽ ആദ്യം കാണുന്ന സഫയാണ്. ആ സഫയുടെ മുകളിലേക്ക് അവരങ്ങ് കയറുകയാണ്. സുമ്മസ്തഖ്ബലത്തിൽ വാദിയ, എന്നിട്ട് അവരതാ അവിടെ നിന്നപ്പുറത്തേക്ക് ദീർഘദൂരത്തേക്ക് കണ്ണും നട്ടുകൊണ്ട് അവരുടെ ദൃഷ്ടി മായിച്ചു നോക്കുകയാണ്. ഹൽ തറാ അഹദാ, ആരെങ്കിലും കാണാനുണ്ടോ? വല്ല പ്രതീക്ഷയുമുണ്ടോ? പക്ഷേ ബീവി ഫലം തറാഹദൻ, ഒരാളെയും കാണുന്നില്ല. ആ സഫയിൽ നിൽക്കാൻ പിന്നെ തോന്നുന്നില്ല. കുഞ്ഞിന്റെ നിലവിളിയാണ് കാതിൽ മുഴങ്ങുന്നത്. സഫയിൽ നിന്ന് താഴേക്ക് അവര് മഹദി ഇറങ്ങുന്നു. ഹത്താ ഇദാ ബലഗത്തിൽ വാദിയ, ഈ 2 പർവ്വതത്തിന്റെയും ഇടക്കുള്ള താഴ്വരയിലാണല്ലോ, അതിന്റെ അടുത്താണല്ലോ അവരുള്ളത്. ആ താഴ്വരയുടെ ഭാഗത്തെത്തിയപ്പോൾ റഫഅത് തുർഫ ദിർഇഹാ, അവരുടുത്തിട്ടുള്ള ആരയുടുപ്പ് അവര് പൊക്കിയെടുത്തിട്ട് ഓടുകയാണ്. കുഞ്ഞിന്റെ കരച്ചിലാണ് കേൾക്കുന്നത്. നടക്കാൻ മനസ്സ് വരുന്നില്ല, ഓടുകയാണ്. കുഞ്ഞിന്റെ അടുത്തേക്കുള്ള ഓട്ടം തുടരുകയാണ്. അതേ സുമ്മ സഅത് സഅയൽ ഇൻസാനിൽ മജ്ഹൂദി ഹത്താ ജാവസത്തിൽ വാദി, ആ താഴ്വര മുറിച്ചു കിടക്കുവോളം, ആ 2 കുന്നുകൾക്കിടയിലുള്ള താഴ്വര മുറിച്ചു കിടക്കുവോളം ബീവി ശക്തമായി തന്നെ അവിടെ ഓടുകയാണ്. കുഞ്ഞിന്റെ കരച്ചിലാണ് കാതിൽ മുഴങ്ങുന്നത്, ഓടുകയാണ്. ഓടിയിട്ട് കുഞ്ഞിന്റെ അടുത്തേക്കല്ല പോകുന്നത്, അടുത്തൊരു മലദൃഷ്ടിയിൽ പെടുന്നു. അത് മർവയാണ്. മർവയുടെ മുകളിലേക്ക് ബീവി കയറിയിട്ടും നോക്കുകയാണ്. ഹൽ തറാ അഹദാ, ആരെങ്കിലും കാണാനുണ്ടോ? പക്ഷേ ഫലം തറാഹദൻ, ഒരാളെയും മഹദിക്ക് കാണാനില്ല. ഫഫഅലത് ദാലിക 7 മർറാത്ത്, 7 തവണ ഇതേപോലെ ബീവി കയറുന്നു, ഇറങ്ങുന്നു, ഓടുന്നു. വീണ്ടും മല കയറുന്നു, ഇറങ്ങുന്നു, വീണ്ടും ഓടുകയാണ് ഇപ്പുറത്തെ മലയിലേക്ക്. പിന്നെയും ഓടി അവര് തളരുന്നു. 7 തവണ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമായിക്കൊണ്ട് ഓടുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയാണ്, ഫദാലിക സഅയുന്നാസി ബൈനഹുമാ. ഓ സഹാബിമാരെ, നിങ്ങൾ ഇന്ന് സഫാ മർവക്കിടയിൽ ഓടുന്നില്ലേ? ഹാജിമാര് ഓടുന്നില്ലേ? അത് ഉമ്മ ഓടിയ ഓർമ്മ പുതുക്കാനുള്ള ഓട്ടമാണ്. അതാണ് നിങ്ങളുടെ സഫാ മർവക്കിടയിലുള്ള സഅയ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പിന്നീട് അവസാനം 7ാമത്തെ ഓട്ടം അവര് പോയി നിന്നത് മർവയിലാണ്. ആ മർവയിൽ പോയി നിന്നിട്ടവര് അവിടെ നിന്നിട്ട് ഇങ്ങനെ 4 പാടും പിന്നെയും നോക്കി നിരാശ പ്രാപിച്ചുകൊണ്ട് ബീവി അങ്ങനെ നിൽക്കുമ്പോ സമിഅത് സൗതാ, ഒരു ശബ്ദം ബീവി കേൾക്കുകയാണ്. ആരോ എന്തോ പറയുന്നത് പോലെ. ഫഖാലത്ത്,
അപ്പോൾ മഹദി സ്വന്തത്തോട് പറഞ്ഞു, സഹിൻ സഹിൻ, മിണ്ടണ്ട മിണ്ടണ്ട, നമ്മൾ പറയില്ലേ കേക്കട്ടെ, മിണ്ടാതിരിക്കൂന്ന് പറയില്ലേ, വേറെ ആരും അവിടെ സംസാരിക്കാനൊന്നുമില്ല. പക്ഷേ മഹദി പറയാണ് മിണ്ടണ്ട, കാതോർക്കുകയാണ്, എന്തോ കേൾക്കുന്നുവല്ലോ. അവരങ്ങനെ ചെവി കൊടുത്തപ്പോൾ ഫസമിഅത് അയ്ളാ, പിന്നെയും അവരാ ശബ്ദം കേൾക്കുകയാണ്. ആ നേരത്തെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അതേ അവിടെ ആരോ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയപ്പോ മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖദ് യസ്മഅത ഇൻ കാന ഇൻദക ഖവാസ്, നിങ്ങൾ ഇങ്ങനെ ശബ്ദം കേൾപ്പിച്ചിട്ട് കാര്യമില്ല, സഹായിക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല കോപ്പമുണ്ടെങ്കിൽ സഹായിക്കേണ്ട നേരമാണിതെന്ന് പറഞ്ഞപ്പോ ഫഇദാ ഹിയ ബിൽ മലക്കി ഇൻദ മൗദിഇ സംസം, പിന്നീട് സംസം എന്ന് പറയുന്ന അരുവി പൊട്ടിയ ആ കിണർ പൊട്ടിയൊഴുകിയിട്ടുള്ള സ്ഥാനത്തതാ മലക്ക് വന്ന് നിൽക്കുകയാണ്. ഫബഹസ ബിയഖ്ബിഹി ഔ ഖാല ബിജനാഹിഹി, ആ മലക്കിന്റെ ചിറക് കൊണ്ടതാ ആ കിടക്കുന്ന കുഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ തോണ്ടുന്നു, ചിറക് കൊണ്ട് ഇങ്ങനെ മണ്ണ് തട്ടുന്നു. ഹത്താ വഹറൽ മാ, വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. ബീവി അത് ദൂരെ നിന്ന് നോക്കുകയാണ്, ഓടിച്ചെല്ലുന്നു. അവിടെ ചെന്നപ്പോ വെള്ളം ഇങ്ങനെ പൊട്ടിയൊലിക്കുന്ന കാഴ്ചയാ കാണുന്നത്. ഫജഅലത് തുഹവ്വിലുഹു, അവരൊരു ഹൗലാക്കിയത്, അഥവാ നാലു ഭാഗത്തും ചിറകെട്ടിയിട്ട് അതേ അവരുടെ മനസ്സിലപ്പോഴുള്ള ഭയം എന്താണ്, ഈ വെള്ളം ഒരുപാട് ഉണ്ടാകുമെന്നൊന്നും മഹദിക്കറിയില്ലല്ലോ. അവർ വിചാരിച്ചു കിട്ടിയ ഈ വെള്ളം തന്നെ അത് തന്നെ വലിയ ഉപകാരമാണല്ലോ. ഇത് ചിറകെട്ടി തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ ഈ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഊഷരമായ ഭൂമിയിലേക്ക് അത് പരന്നൊഴുകിയിട്ട് പിന്നെ ഉള്ള വെള്ളവും കൂടി നഷ്ടപ്പെടുമല്ലോ എന്ന ഭയത്താലും ആശങ്കയാലും അതേ ഹാജറ റളിയല്ലാഹു തആല അൻഹ വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തി, ഇങ്ങനെ തടാക രൂപത്തിൽ ഇങ്ങനെ തന്നെ കൊണ്ടാവുന്ന നിലക്ക് ആ വെള്ളം തടഞ്ഞു വെച്ചിട്ട് വതഖൂലു ബിയദിഹി ഹകദാ, അതേ അടങ്ങൂ അടങ്ങൂ സംസം എന്ന നിലക്ക് ഇങ്ങനെ അവര് പറയുന്നുണ്ട്. വജഅലത് തഗ്റുഫു മിനൽ മായി ഫീ സിഖാഇഹാ, ഇബ്രാഹിം അലൈഹിസ്സലാം മുമ്പ് വെള്ളം ഏൽപ്പിച്ചു കൊടുത്തുപോയ ആ തോൽപാത്രം നിറയെ അവര് കോരിയെടുക്കുന്നുണ്ട്. കോരിയെടുക്കും തോറും മുക്കുന്നിടത്തോളം പിന്നെയും വരി തന്നെ, മുക്കിയാല് കുറവൊന്നും കാണുന്നില്ല, പിന്നെയും വരി തന്നെ. ആവശ്യത്തിനെടുത്ത് കുടിക്കുന്നു, പിന്നെയും വരികയാണ്, പിന്നെയും വരികയാണ്, കുടിക്കുന്നു, പിന്നെയും വരികയാണ്. ഇങ്ങനെ ഒഴുകുന്നില്ല, അതങ്ങനെ ആവശ്യത്തിന് അങ്ങനെ കൃത്യമായിട്ട് ആ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സംഭവം പറയുന്നത് നബിയിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് പറഞ്ഞു, യർഹമുല്ലാഹു ഉമ്മ ഇസ്മാഈൽ, ഇസ്മാഈലിന്റെ ഉമ്മയെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലൗ തറകത സംസം ലൗ ലം തഗ്രിഫ് മിനൽ മാ ലകാനത സംസം ഐനൻ മഈന, അവരത് സംസം എന്ന് പറയാതെ അതങ്ങനെ കെട്ടി നിർത്താതെ ആണ് വിട്ടുകയാണെങ്കിൽ മക്കയിൽ വലിയൊരു പുഴ തന്നെ ഒഴുകുമായിരുന്നു. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആരാണെങ്കിലും അതാണ് അവിടെ ചെയ്യുക. കാരണം ഉള്ള വെള്ളം ഒഴുകാനാണ് വിട്ടുപോയാൽ എവിടേക്കായി ഒഴുകുന്നത്? ഈ മരുക്കാട്ടിലേക്ക്. പിന്നെ എന്താ കിട്ടുക അറിയില്ലല്ലോ. ഹാജറ ബീവിക്ക് ഭാവി കാര്യം അറിയില്ലല്ലോ, ഹാജറ ബീവിക്ക് മറഞ്ഞ കാര്യം അറിയില്ലല്ലോ. ഇന്നത്തെ ചില ബീവിമാരെ പോലെ, ഇന്ന് ചില ബീവിമാർക്ക് എല്ലാ കാര്യം അറിയുന്നാണല്ലോ വെപ്പ്. അതുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ഇന്ന ബീവിയെ സമീപിക്കുക എന്ന് പറഞ്ഞിട്ട് ബീവിയുടെ കറാമത്തുകൾ പ്രചരിപ്പിക്കും. അങ്ങനെ പലരുടെയും അടുക്കലേക്ക് പോകും. അങ്ങനെയുള്ള ജിന്ന് കൂടിയ ബീവിമാരും കൂടാത്ത ബീവിമാരും ഒക്കെയായിട്ട് പലരുമുണ്ടല്ലോ തട്ടിപ്പിന്റെ കേന്ദ്രങ്ങൾ. അവരെയൊക്കെ സമീപിക്കുമല്ലോ. ഹാജറ ബീവിക്ക് അത് മനസ്സിലായില്ല, ഹാജറ ബീവിക്ക് ആ അറിവില്ല, മനസ്സിലായിട്ടില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. അവര് മനസ്സിലാക്കിയത് കിട്ടുന്ന വെള്ളപ്പ തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ അതും പോകും, അതുകൊണ്ട് തടഞ്ഞു നിർത്തി. അതുകൊണ്ട് അവരത് തടഞ്ഞു നിർത്തി. അങ്ങനെ ഫശരിബത്ത്, അവരതിൽ നിന്ന് മതിവരുവോളം കുടിച്ചു. വഅർളഅത് വലദഹാ, കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരുന്നു. ആ അവസരത്തിൽ ഫഖാല ലഹൽ മലക്, മലക്ക് പറഞ്ഞു, ലാ തഖാഫുൽ ളൈആ, വഴിയാധാരമാകുമെന്നൊന്നും പേടിക്കണ്ട, നിങ്ങൾ ഒറ്റക്കാവില്ല, നിങ്ങൾക്ക് ഒന്നും നഷ്ടം വരില്ല. ഫഇന്നഹാ ഹുനാ ബൈത്തല്ലാഹ്, ഇവിടെ അല്ലാഹുവിന്റെ ഭവനം ഉണ്ട്. യബ്നി ഹാദൽ ഗുലാമു വ അബൂ, ഈ കുട്ടിയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഉപ്പയും ഇവിടെ വീട് പണി, ഈ കഅബ നിർമ്മിക്കും. അതുകൊണ്ട് അള്ളാഹു ഈ കഅബയുടെ ആളുകളെ ഒരിക്കലും റബ്ബൊരിക്കലും എന്ത് ചെയ്യൂല, കൈവടിയൂല.
أنا وكان البيت مرتفعا من الأرض كالرابية تأتيه السيول فتأخذ عن يمينه وشماله فكانت كذلك. അങ്ങനെ അവര് ആ ഉയർന്നൊരു പ്രദേശമുണ്ട്, മണ്ണ് പൊങ്ങി നിൽക്കുന്ന ഒരു മൊട്ടക്കുന്ന് പോലെ ആ രൂപത്തിലുള്ള ആ പ്രദേശത്തിന്റെ താഴെയായിട്ട് അവരിയ്ക്കുകയാണ്. ഈ വെള്ളത്തിന്റെ അടുത്ത് അവിടെ താമസാക്കി, അവിടെയാണ് അവർ താമസമാക്കിയത്. ആരുമില്ലട്ടോ, ആരുമില്ല, ഹാജറ ബീവിയും കുഞ്ഞും മാത്രം. ഫകാനത് കദാലിക്, അവരങ്ങനെ കുറച്ചു നാൾ താമസിക്കേ ഹത്താ മറത് ബിഹിം റുഫ്ഖത്തും മിൻ ജുർഹം. ജുർഹും എന്നു പേരുള്ള ഒരു അറബി ഗോത്രത്തിൽ നിന്നുള്ള ഒരു യാത്രാ സംഘം അതിന്റെ അപ്പുറത്ത് ഏതാനും മീറ്ററുകൾക്കപ്പുറത്തുകൂടെ കടന്നു പോവുകയാണ്. ജുർഹും ഗോത്രക്കാർ, ജുർഹും എന്ന് പറയുന്ന അറബ് ഗോത്രം, അവര് കദാഇ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വരികയാണ്. അങ്ങനെ അവര് മക്കയിൽ ഇവര് താമസിക്കുന്ന ഈ പ്രദേശത്തിന്റെ കുറച്ചു ദൂരെയുള്ള റൂട്ടിലൂടെ അവരിങ്ങനെ ആ സംഘം പോവുകയാണ്. ആ സംഘം അതിലൂടെ ഇങ്ങനെ പോകുമ്പോ അവർക്ക് പരിചയമുള്ള ആ പ്രദേശത്ത് ഇതുവരെ കാണാത്ത ഒരു അത്ഭുതം അവരുടെ ദൃഷ്ടിയിൽ പെടുകയാണ്. എന്താണ് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത്? അല്പം ദൂരെ ഒരു സ്ഥലത്തൊരു പക്ഷി ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കാണുന്നു. ഫഖാലു, അപ്പോൾ ഈ സംഘക്കാര് പരസ്പരം പറഞ്ഞു, ഇവിടെ ഒരു പക്ഷി വട്ടമിട്ട് പറക്കുന്നത് നമ്മൾ ആദ്യം കാണുകയാണല്ലോ, അതുകൊണ്ട് പക്ഷി ഇവിടെ വട്ടമിട്ട് പറക്കണമെങ്കിൽ ഇന്നഹാദത്തോയിരളയതോറു അലാമാ, വെള്ളമുള്ളയിടത്തല്ലാതെ ഈ പക്ഷി വട്ടമിട്ട് പറക്കൂല. അതുകൊണ്ട് അടുത്തെവിടെയോ വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ഈ പക്ഷി അതിന്റെ ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. അതെ, നമുക്ക് ഈ വാദി നല്ല പരിചയമുണ്ടല്ലോ. പലതവണ നമ്മൾ ഇത് മുറിച്ചു കിടന്ന് പല നാട്ടിലേക്ക് പോയതല്ലേ. ഇന്ന് വരെ ഇവിടെ ഒരു തുള്ളി വെള്ളമുള്ള ഒരു വാദി നമുക്ക് പരിചയവുമില്ലല്ലോ. എങ്കിൽ അവിടെ ഈ പക്ഷി വട്ടമിട്ട് പറക്കണമെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫാർസലു ജരിയൻ ഔ ജരിയൈൻ, അവരുടെ കൂട്ടത്തിലെ 1-2 ദൂതന്മാരെ അവരാ സ്ഥലത്തേക്ക് പറഞ്ഞേക്കുന്നു, പോയി നോക്കി വരാൻ. ഈ പക്ഷി ഇങ്ങനെ വട്ടിട്ട് പറക്കുന്ന കുറച്ച് ദൂര സ്ഥലത്തോടൊന്ന് പോയി നോക്കി എന്താ അവിടെ സംഭവം എന്നൊന്ന് പോയി നോക്കാൻ വേണ്ടി ഈ ജുർഹും ഗോത്രത്തിലെ യാത്രക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട 2 ദൂതന്മാരെ അങ്ങോട്ടയക്കുക. അവിടെ എത്തി ഫറജഉ, അതെ അവര് ചെന്ന് നോക്കുമ്പോ ഫൈദാഹും ബിൽമാ, വെള്ളമും കാണുകയാണ്. അവിടെ ഒരു കൈക്കുഞ്ഞും ഒരു സ്ത്രീയുമുണ്ട്, വെള്ളം കാണുകയാണ്. ഫറജഉ, അവര് സംഘത്തിലേക്ക് മടങ്ങി വന്നിട്ട് വെള്ളമുണ്ടവിടെ എന്ന സന്തോഷ വാർത്ത അറിയിച്ചപ്പോ അവർ ഒന്നാകെ അങ്ങോട്ട് മടങ്ങി ചെല്ലുന്നു. ഈ വെള്ളമുള്ള സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ വരികയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ ഉമ്മ ഇസ്മായിൽ ഇന്തൽമായി, വെള്ളത്തടാകത്തിന്റെ അടുക്ക് ഇസ്മായിലിന്റെ ഉമ്മയുമുണ്ട്, ഇസ്മായിലും ആ കൈക്കുഞ്ഞുമുണ്ട്. ഫഖാലോ, അറബികളുടെ മര്യാദ നോക്കൂ, ഒരു കൈക്കുഞ്ഞും ഒരു പെണ്ണുമാണ്, ഒരു സ്ത്രീയുമാണ്, പേടിപ്പിക്കരുതല്ലോ. വളരെ ദൂരത്ത് മാറി നിന്ന് ഭവ്യതയോടെ ചോദിച്ചു, നിങ്ങളുടെ അടുത്തുള്ള ഈ സ്ഥലത്ത് ഞങ്ങളും കുറച്ചു നേരം താമസിച്ചിരുന്നോട്ടെ, നിങ്ങൾക്ക് അനുവാദമുണ്ടെങ്കിൽ മാത്രം, അനുവാദമുണ്ടോ എന്ന് മഹദിയോട് ചോദിച്ചപ്പോ ഫഖാലത്ത് നഅം, ഓ താമസിച്ചോളൂ, കുഴപ്പമില്ല, താമസിച്ചോളൂ. പക്ഷേ ഒരു ഉപാധിയുണ്ട്, ഒരു കരാറുണ്ട്. വലാകിൻ ലാ ഹഖ്ഖ ലക്കും ഫിൽ മാ, ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് ഷെയറൊന്നുമില്ല. ഇതിന്റെ ഉടമാവകാശം എനിക്കാണ്, ഇതിന്റെ ഷെയർ ഞാൻ നിങ്ങൾക്ക് തരൂല. ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കാം, പക്ഷേ ഉടമസ്ഥാവകാശം എനിക്കാണ്. അതിൽ നിങ്ങൾക്ക് അവകാശവാദമൊന്നും ഉന്നയിക്കാൻ പാടില്ല. ആ കരാറോടുകൂടെ നിങ്ങൾക്ക് താമസിക്കാമോ? ഖാലൂ, അവരൊന്നടങ്കം പറഞ്ഞു നഅം, ഞങ്ങൾ ഓക്കെയാണ്, ഉടമസ്ഥാവകാശമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇതിന്റെ പരിസരത്ത് ഞങ്ങൾക്ക് താമസിച്ചാൽ മതി. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതേ ആ ഘട്ടത്തിലാണ് നമ്മുടെ ഉമ്മ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജറ ബീവിക്ക്
ഒരു മനുഷ്യനെ കിട്ടുകയാണ്, ഒരു ഇണക്കത്തിന്, അതേ കൂട്ടിന് ഏതാനും ആളുകളെ കിട്ടുകയാണ്. ഫനസലൂ, അവരവിടെ കുറച്ചാളുകൾ അവിടെ തന്നെ നിന്നു. വാർസലൂ ഇലാ അഹ്ലിഹിം, എന്നിട്ട് ബാക്കിയുള്ളവരെ അവരുടെ കുടുംബങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ട് കുടുംബങ്ങളെയും കൂട്ടി വരാൻ വേണ്ടി പറയുകയാണ്. ഭാര്യമാര് നാട്ടിലാക്കി അവര് പോയിട്ട് ഭാര്യമാരെയും കൊണ്ട് വരികയാണ്, മക്കളെയും കൊണ്ട് വരികയാണ്. അവരുടെ ഒന്നിച്ചൊരു സംഘം തന്നെ. ഫനസലൂ മഅഹും, അവരൊന്നിച്ചതാ അവിടെ ഇറങ്ങി താമസിക്കുന്നു. ഹത്താ ഇദാ കാന ബിഹാ അഹ്ലു അബിയാതിൻ മിൻഹും, ജുർഹും ഗോത്രക്കാരുടെ വമ്പിച്ച ഒരു വിഭാഗം തന്നെ ആ നാട്ടിലങ്ങ് പരന്നു. അവിടെ പിന്നെ അവര് കുറേ ആളുകൾ വന്ന് അവിടെ താമസാക്കി. അപ്പൊ നാട്ടിൽ ആളുകളായി, നല്ലവരായ മനുഷ്യന്മാർ. വശബ്ബൽ ഗുലാമു, കൈക്കുഞ്ഞിങ്ങനെ വളരാൻ തുടങ്ങി. ഏതാണ്ട് ഇങ്ങനെ ആ കുട്ടിക്ക് സംസാരിക്കാനൊക്കെയുള്ള പ്രായമായി തുടങ്ങിയപ്പോ വതഅല്ലമൽ അറബിയ്യത മിൻഹും, ജുർഹും ഗോത്രക്കാരിൽ നിന്ന് കുട്ടി അറബി ഭാഷ പഠിച്ചു. അപ്പൊ ഇസ്മായിലിന് മുമ്പ് അറബി അറിയില്ല, അറബി ഭാഷ ഹാജറിനും അറിയില്ല. ഉമ്മന്റെ ഭാഷയല്ലേ മോനിക്കറിയാം, വേറെ ആരും ഇല്ലല്ലോ അവിടെ. അങ്ങനെ ഇവര് സംസാരിക്കുന്നത് ജുർഹുംകാര്, അറബി ഭാഷയുടെ പിതാക്കളായിട്ട് അറിയപ്പെടുന്നത് ജുർഹും ഗോത്രം. ആ ജുർഹും ഗോത്രം നല്ല അറബി പറയുന്നു. ഇസ്മായിൽ ജുർഹും ഗോത്രത്തിൽ നിന്ന് അറബി നന്നായി പഠിച്ചു. അങ്ങനെ അറബി പഠിച്ചു. അങ്ങനെ ആ മകൻ അവരുടെ കൂട്ടത്തിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടയാളായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പന. ഇപ്പൊ മോന് സ്വന്തം ഇബ്രാഹിം വന്നാൽ ഇബ്രാഹിമിന്റെ കൂടെ ഓടാനും ചാടാനും നടക്കാനും വളരാനും ഒക്കെ ഉള്ള ഒരു നല്ല മോഹത്തിന്റെ പ്രായം എത്തിയിട്ടുണ്ട്. ആ അവസരത്തിൽ കടുത്ത പരീക്ഷണം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അല്ലാഹുവിന്റെ നിർദ്ദേശം. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين. സൂറത്തു സാഫാത്തിലെ 102 മുതൽ 108 വരെയുള്ള വചനങ്ങൾ. ഫലമ്മാ ബലഗ മഅഹു സഅയ, ഇസ്മായിൽ എത്തിയപ്പോൾ സഅയ, ബാപ്പയോടൊപ്പം അധ്വാനിക്കാനുള്ള സമയം എത്തിയപ്പോ, ഓടാനും ചാടാനും നടക്കാനൊക്കെ ഉള്ള ഒരു ശേഷി എത്തിയപ്പോ, നല്ല പ്രായം, മകനെ വളർത്തിയുണ്ടാക്കി ഏതൊരു പിതാവിന്റെയും മനസ്സിൽ സ്വപ്നങ്ങൾ പൊട്ടിമുളക്കുന്ന സമയം, അത്രയും സ്നേഹത്തോടെ കണ്ടുവച്ച അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അള്ളാന്റെ കാവലോടെ ആ നാട്ടിൽ വളർന്നു വന്ന മോനെ സംബന്ധിച്ചാണ് അള്ളാന്റെ നിർദ്ദേശം കിട്ടിയ പാട് ബാപ്പ വരുന്നു, മോനെ വിളിക്കുന്നു, മോനോട് പറയുന്നു യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇന്നി അറാ, മോനെ ഞാൻ കാണുന്നു, ഫിൽ മനാമി, സ്വപ്നത്തിൽ, അന്നി അദ്ബഹുക, എന്നെ ഞാൻ അറുക്കണം, നിന്നെ അറുക്കണം എന്നാണ് റബ്ബിന്റെ ഓർഡർ. ഫൻദുർ മാദാ തറാ, ഫൻദുർ മാദാ തറാ, മോനെ എന്താ നിന്റെ അഭിപ്രായം, എന്താ നിനക്ക് പറയാനുള്ളത്? ഖാല, ബാപ്പ വളർത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മകനല്ലേ ഇസ്മായിൽ പറഞ്ഞു, യാ അബതി, എന്റെ പൊന്നു പിതാവേ. ബാപ്പയുടെ സംബോധനവും യാ ബുനയ്യ, കുഞ്ഞുമോനെ എന്നാണ്. സ്നേഹത്തിന്റെ വിളിയാണ് യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, പൊന്നുമോനെ. അതേ, ബാപ്പയോട് തിരിച്ച് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും ബേജാറില്ലാത്ത മറുപടിയാണ് പൊന്നോമന പുത്രന്റെ മറുപടി. യാ അബതി, എന്റെ പൊന്നു ഉപ്പാ, എന്റെ പൊന്നു പിതാവേ. ഇഫ്അൽ മാ തുഅ്മർ, അങ്ങ് കൽപ്പിക്കപ്പെട്ടത് പ്രകാരം ചെയ്തേക്കണം. സതജിദുനി, ഇൻഷാ അല്ലാഹ്, അള്ളാന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ, തൗഫീഖ് ഉണ്ടെങ്കിൽ, മിനസ്സാബിരീൻ, എന്നെ സഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉപ്പാക്ക് കാണാം, ഞാൻ സഹിച്ചോളും ഇൻഷാ അല്ലാഹ്. തീരുമാനം
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നിർദ്ദേശിച്ച നിർദ്ദേശം നടപ്പിലാക്കാൻ പോവുകയാണ് മഹാനവറുകൾ. രണ്ടാളും അതിനൊരുങ്ങി. ഫലമ്മാ അസ്ലമാ, രണ്ടാളും റബ്ബിന്റെ കൽപ്പനക്ക് കീഴ്പ്പെടുകയാണ്. വത്തല്ലഹു ലിൽ ജബീൻ, അതേ മണ്ണിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ആ അവസരത്തിൽ ഇസ്മായിൽ പറയുന്നുണ്ട്, ബാപ്പാ മുഖത്ത് നോക്കുമ്പോ വിഷമം തോന്നുന്നുവെങ്കിൽ കമഴ്ത്തി കിടത്തിക്കോളൂ, എന്നാലും മറവ് നടക്കട്ടെ, റബ്ബിന്റെ കൽപ്പന നടക്കട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാം നിശ്ചയദാർഢ്യത്തോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കുകയാണ്. മിനായുടെ മലമടക്കുകളിലേക്ക് കുഞ്ഞിനെയും കൊണ്ടുപോയി കിടത്തിയിട്ട് കത്തിവെക്കുമ്പോൾ നാം ഇബ്രാഹീമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യാ ഇബ്രാഹീം, ഇബ്രാഹീമേ, ഖദ് സദ്ദഖ്ത റുയാ, സ്വപ്നത്തെ നീ സത്യസന്ധമാക്കിയിരിക്കുകയാണ്, സ്വപ്നത്തെ നീ നിറവേറ്റിയിരിക്കുകയാണ്. അറിവ് വേണ്ട, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്ന നല്ലവർക്ക് ഇപ്രകാരമാണ് ഞാൻ പ്രതിഫലം കൊടുക്കുന്നത്. ഇന്നഹാദാ, നിശ്ചയമായും ഇത് ലഹുവൽ ബലാഉൽ മുബീൻ, വളരെ വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ആ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു ഇബ്രാഹിമേ. ഇനി അറുക്കേണ്ട കാര്യമെന്ത്? അറവ് നടത്തുന്ന എല്ലാ പണിയും ചെയ്തില്ലേ, അറക്കാൻ തന്നെ ഒരുങ്ങിയില്ലേ, കത്തി വെച്ചില്ലേ, മൂർന്നില്ലേ, നടക്കുന്നില്ലല്ലോ. അപ്പൊ പൂർത്തിയായി. ഇനിയിപ്പോ ഇവിടെ ചോര പൊട്ടിച്ച ഒരാൾ അറക്കണം എന്നുള്ളാക്ക് വേണ്ട. അതുകൊണ്ട് വിജയിച്ചിരിക്കുന്നു നിങ്ങൾ. അദ്ദേഹത്തിന് അതാ കുഞ്ഞിനെ ഇറക്കുന്നതിന് പകരമായി കൊണ്ട് മഹത്തായ മറ്റൊരു അറവ് വസ്തുവിനെ ഫിദിയായി കൊണ്ട് കൊടുക്കുകയാണ്. അത് ലോകത്തതാ ഇനി ഖിയാമത്ത് നാൾ വരേക്കും വരാനുള്ള ജനകോടികളിലേക്ക് ആ സുന്നത്തവിടെ ബാക്കി വെക്കുകയും ചെയ്യുന്നു നാം എന്ന് അല്ലാഹു പറയുകയാണ്. ആ ഓർമ്മ പുതുക്കലിന്റെ പെരുന്നാളാണ് ബലിപെരുന്നാൾ, എന്നാണ് ഉളുഹിയ്യത്ത് അറുക്കുന്നത്. ആ ഒരു സംഭവബഹുലമായ യാഥാർത്ഥ്യം നമ്മൾ ധാരാളമായി കേൾക്കുന്നതാണ്. അമ്പിയാക്കന്മാര് സ്വപ്നം കണ്ടാൽ അത് വഹ്യാണ്. ഞാനും നിങ്ങളും സ്വപ്നം കാണും പോലെയല്ല. റുഅയൽ അംബിയാഇ ഹഖ്ഖുൻ, അമ്പിയാക്കളുടെ സ്വപ്നം 100% സത്യസന്ധമാണ്. അമ്പിയാക്കളുടെ സ്വപ്നം വഹ്യുമാണ്. അതിൽ പൊളി ഉണ്ടാവുകയില്ല, പേക്കിനാവുകൾ ഉണ്ടാവുകയില്ല. നമ്മൾ കാണുന്നതിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നല്ലതും ഉണ്ടാവും, ശൈത്താന്റെ അടുക്കൽ നിന്നുള്ള പേക്കിനാവ് ഉണ്ടാവും. നമ്മൾ കാണുന്നതിൽ അധികവും പേക്കിനാവായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഈമാനും തഖ്വി ഇഖ്ലാസൊക്കെ അനുസരിച്ച് നല്ല നല്ല സ്വപ്നങ്ങൾ കൂടും. തെമ്മാടിത്തം കൂടുന്നതിനനുസരിച്ച് പൊട്ട സ്വപ്നവും കൂടും. അങ്ങനെയാണ് അതിന്റെ പതിവ്. അതേ അവസരത്തിൽ അമ്പിയാക്കൾക്ക് പൊട്ട സ്വപ്നം, പേക്കിനാവ്, പൊയ്ക്കിനാവ് എന്നൊരു സംഗതിയെ ഉണ്ടാവില്ല. കാരണം അവർ മഅസൂമുകളാണ്. അവർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതത്വമുള്ളതുപോലെ ശൈത്താന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അവർക്ക് കാവലുണ്ട്. അവർക്കതിന് കാവലുണ്ട്. ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇബ്രാഹിം അലൈഹിസ്സലാം ആ പ്രവൃത്തി ചെയ്യാൻ എല്ലാ നിലക്കും ഒരുങ്ങിയ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിക്കുകയാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ ത്യാഗമുണ്ടാകണമെങ്കിൽ എന്തു വേണം? വരാൻ പോകുന്ന കാര്യം ആരറിഞ്ഞേക്കരുത്. ഇബ്രാഹിം അലൈഹിസ്സലാം അറിയാൻ പാടില്ല. എന്തിനാ ഞാനത് പറയുന്നത്? മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയും. അവർക്ക് വരാൻ പോണ കാര്യങ്ങളൊക്കെ അറിയും. എല്ലാ കാര്യവും അറിയാം. ഇബ്രാഹിം നബിക്ക് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അതിനായത്തോതും ചില മുസ്ലിയാക്കന്മാര്. ഒരു മുസ്ലിയാരെ എഴുതിയിട്ടുള്ള തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ കാണാം, വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. അപ്രകാരം ഇബ്രാഹിമിന് ആകാശഭൂമികളിലുള്ള മുഴുവൻ മറഞ്ഞ കാര്യങ്ങളും ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം വെച്ചത്. അവിടെ മലക്കൂത്തിന് മറഞ്ഞ കാര്യങ്ങൾ എന്നല്ല അർത്ഥം. അതേ ഈ ഭാഗത്തിന്റെ തന്നെ മറ്റൊരു പരിഭാഷയിൽ കൊടുത്തത് അപ്രകാരം ആകാശഭൂമികളുടെ മഹത്തായ ആധിപത്യം നാം ഇബ്രാഹിമിന് കാണിച്ചു കൊടുത്തു എന്നാണ്. രണ്ടാള് രണ്ടർത്ഥം വെക്കുന്നു. ഒരാൾ മലക്കൂത്തിന് അദൃശ്യകാര്യം എന്ന് വെക്കുന്നു, ഒരാൾ മലക്കൂത്തിന് ആധിപത്യം എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തതാണ് ഏറ്റവും യോജിക്കുന്നത്. അപ്പൊ അദൃശ്യം അറിയാം. ഇബ്രാഹിം നബിക്കൊക്കെ അറിയാം, ഒക്കെ അറിയായിരുന്നു, എല്ലാം അറിയായിരുന്നു. തൽക്കാലം അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാ ആളുകളും ഇങ്ങനെ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, അങ്ങനെയാണ് കാര്യമെങ്കിൽ ഈ പരിപാടി ഒരു നാടകാന്ന് പറയേണ്ടി വരില്ലേ?
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് അറുക്കാൻ പറയാം. പാപ്പ വന്നിട്ട് മോനോട് പറയാം, മോനെ അറുക്കാൻ കൽപ്പനയുണ്ട്. അപ്പൊ ഇസ്മായിൽ പറയാ, പാപ്പങ്ങൾ അറുത്തോളിയും, കുഴപ്പമൊന്നുമില്ല. അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുക. അതിലൊക്കെ ഒരു ത്യാഗം മുഴച്ചു നിൽക്കുന്നില്ലേ? മുഴച്ചു നിൽക്കണമെങ്കിൽ എങ്ങനെ വേണം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അറിയാൻ പാടില്ല ഭാവിയിൽ എന്താ നടക്കാൻ പോകുന്നത്. അതല്ലെങ്കിലോ ഇബ്രാഹിം നബിക്ക് എന്താ ബേജാറിന്റെ പ്രശ്നം? അതിപ്പോ അള്ളനോട് ഇങ്ങനെ പറഞ്ഞു, ഇതൊരു സംഗതിയാണ്, ഞാൻ മോനോട് പോയിട്ട് പറയും, മോനോട് ഇങ്ങനെ പറയും, ഞാൻ കത്തിയും കയറൊക്കെ ആയിട്ട് പോകും, മിനായിൽ പോകും, കുട്ടിനെ കിടത്തും, കത്തി വെക്കും, അപ്പനോട് പറയാം അള്ളാഹ് വർക്കണ്ടെന്ന് പറയും. അതിലെന്താ പിന്നെ ത്യാഗമുള്ള? അതിലെന്ത് ത്യാഗമുള്ളത് കൂട്ടരെ? അപ്പൊ ഇത് അറിഞ്ഞിട്ടില്ല, അറിയാൻ കഴിഞ്ഞിട്ടില്ല, അറിയിച്ചു കൊടുത്തിട്ടില്ല. അപ്പോഴേ അത് ത്യാഗമാകുന്നുള്ളൂ. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ത്യാഗം മഹാനവറുകൾ, ആ ഗൈബ് വരാൻ പോകുന്ന സംഗതിയെ സംബന്ധിച്ച് മഹാനവറുകൾ അറിഞ്ഞിട്ടില്ല. അത് അറിയാത്തത് കൊണ്ടാണ് അതിന്റെ കടുപ്പം, ആ ത്യാഗത്തിന്റെ കടുപ്പം. അള്ളാഹ് പറയുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ അർക്കണ്ട. അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്നാണ് പറയുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. കാരണം അമ്പിയാക്കന്മാർക്ക് എല്ലാം അറിഞ്ഞ കാര്യം അറിയാന്നാണ് പറയാ. അവർക്കെല്ലാം അറിയാം. അങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ ഓരോ തട്ടുമുട്ട് പറയും. അത് അവർക്ക് അറിയാം. അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അതിലൊക്കെ ചില ഹിക്മത്തുണ്ട് എന്നാ പറയാം. എന്ത് ഹിക്മത്ത്? ഇതിൽ ഹിക്മത്ത് പോവുക ചെയ്യുന്നത്. ഇതറിഞ്ഞ ഹിക്മത്ത് പോയി, ത്യാഗം പോയി. അതുകൊണ്ട് ത്യാഗമുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞില്ല. വേറെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ ചരിത്രത്തിലൂടെ അദ്ദേഹത്തിന് മറഞ്ഞ കാര്യം അറിയാൻ സാധിക്കാത്തതിന്റെ ഉദാഹരണങ്ങൾ ഇനിയും വരുന്നുണ്ട്. ശരി, അങ്ങനെ അറുക്കാൻ കൽപ്പിച്ചത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അത് നടപ്പിലാക്കുകയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം. ഇത് നമ്മൾ ആലോചിക്കേണ്ടത്. ലോകത്തൊരു ചർച്ച നടക്കുന്നുണ്ട്. അത് യഹൂദികളുടെയും നസ്രാനികളുടെയും ബൈബിളിൽ കാണുന്നത് അറുക്കപ്പെട്ടത് ഇസ്മായിലല്ല ഇസ്ഹാഖാണെന്നാണ്. ഇസ്ഹാക്കിനെയാണ് അറുക്കാൻ കൊണ്ടുപോയത്, ഇസ്മായിലല്ല എന്നതാണ് വേദക്കാര്, യഹൂദികളും നസ്രാനികളും ഒക്കെ വിശ്വസിക്കുന്നത്. അവരുടെ ബൈബിൾ അങ്ങനെയാണ് അവർ തിരുത്തി കുറിച്ചിട്ടുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു എന്ത്? അറുത്തത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയാണ്, ഇസ്മായിലിനെയാണ് അറുക്കാൻ കൊണ്ടുപോയത്. എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ ചില പ്രയോഗങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. പേര് കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ ഈ സംഭവങ്ങൾ വിവരിക്കുന്ന വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഏതഭിപ്രായമാണ് ശരി. ഇസ്മായിലാണ് അറുക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം കൊണ്ടുപോയ മോൻ. അതിനൊന്ന് നമ്മളിപ്പോ കേട്ട സൂറത്തു സാഫാത്തിലെ തന്നെ ആയത്തുകൾ നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ നിന്ന് അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ശേഷം പിന്നീട് പോകുമ്പോ എന്തും പറഞ്ഞിട്ടാ പോകുന്നത്? ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബീ സയഹ്ദീൻ, ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. റബ്ബി ഹബ്ലി മിനസ് സാലിഹീന, സദ്വൃത്തരായ മക്കളെ തരണേ അല്ലാ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ആ സന്ദർഭത്തിൽ ഇബ്രാഹിമിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു. ബിഗുലാമിൻ ഹലീം, നല്ല വിവേകശാലിയായ ഒരു സന്താനം നിങ്ങൾക്കുണ്ടാകും. ഹലീം എന്നാ പറഞ്ഞു. അതിന്റെ ഉടനെ അടുത്തായത്തിലാ പറയണത് ഫലമ്മാ ബലഗ മഅഹു സഅയാ, ഈ കുഞ്ഞ് ഇബ്രാഹിമിന്റെ കൂടെ നടക്കാനും ഓടാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള പ്രായമായപ്പോൾ, അപ്പൊ ഏതാണ് ഈ കുഞ്ഞ്? ഇനിയും മനസ്സിലാകാൻ നമുക്ക്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ശേഷം അത് ആടിനെ പകരം മറുക്കാൻ പറഞ്ഞു. സലാമുൻ അലാ ഇബ്രാഹിം, തുടർന്നുകൊണ്ടുള്ള ആയത്താണ്. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ രക്ഷയുണ്ടാകട്ടെ. കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് സുഹൃതവാന്മാർക്ക് നാം പ്രതിഫലം കൊടുക്കുന്നത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ അടിമകളിൽപ്പെട്ട ആളായിരുന്നു. അടുത്ത ആയത്ത് കേട്ടു നോക്കൂ. വബശ്ശർനാഹു ബിഇസ്ഹാഖ നബിയ്യം മിനസ് സാലിഹീൻ, അപ്പൊ നല്ലൊരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ആ കുട്ടിക്ക് പ്രായമെത്തിയപ്പോൾ അറക്കാനുള്ള കൽപ്പന പറഞ്ഞു. അത് പോയി പറഞ്ഞു. അതൊക്കെ വിവരിച്ചതിന്റെ തൊട്ടായത്തിൽ അല്ലാഹു പറയണത് വബശ്ശർനാഹു, പിന്നീട് ആ ഇബ്രാഹിമിന് നമ്മൾ സന്തോഷ വാർത്ത അറിയിച്ചു ബിഇസ്ഹാഖ. അപ്പൊ ഇസ്മായിലിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞതെങ്കിൽ പിന്നെ ഇത് പറയുന്നതിൽ അർത്ഥമില്ല.
അപ്പൊ ഇസ്ഹാഖിന്റെ കാര്യം ശേഷമാണ് പറയുന്നത്. ബശർനാഹു ബി ഇസ്ഹാഖ. മാത്രല്ല ഇസ്ഹാഖിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്തുകൂടി പറഞ്ഞു? നബിയ്യം മിനസ് സാലിഹീൻ, അതേ നബിയാണ്, പ്രവാചകനാണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇസ്മായിൽ പറഞ്ഞതെന്താണ്? ബാപ്പയോട് അർക്കാനുള്ള കൽപ്പന വന്നപ്പോ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് കാണാമുപ്പാ. സാബിർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മോൻ ഇസ്മായിലാണ്. അത് വിശുദ്ധ ഖുർആൻ അംബിയ എന്ന സൂറത്തിലെ 85-ാമത്തെ ആയത്തിൽ കാണാം. വ ഇസ്മാഈല വ ഇദ്രീസ വദൽ കിഫൽ കുല്ലും മിനസ് സാബിരീൻ. ഇസ്മായിലും ഇദ്രീസും ദുൽകിഫിലും അവരൊക്കെ നല്ല സഹനമുള്ളവരായിരുന്നു. അപ്പൊ സഹനമുള്ളവരെ എന്ന് പറഞ്ഞ ആരെ കുറിച്ചാ? ഇസ്മായിൽ. ഇനി മാത്രല്ല ഇന്നഹു കാന സാദിഖൽ വഅദീൻ, ഇസ്മായിൽ നബിയെ കുറിച്ചാ ഖുർആൻ പറയേണ്ടത്. കരാറ് പറഞ്ഞ കരാറ് സത്യസന്ധമായി പാലിച്ച വ്യക്തിയാണ്. കാരണം എന്താ? ബാപ്പയോട് പറഞ്ഞിരുന്നു സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാം. പറഞ്ഞ മാതിരി ചെയ്തില്ലേ? കിടന്നു കൊടുത്തില്ലേ? ഓടിപ്പോയില്ലല്ലോ. ആ കരാറ് പാലിച്ചു. മാത്രല്ല വബശർനാഹു ബി ഇസ്ഹാഖ നബിയാനാ പറഞ്ഞത്. ഇസ്ഹാഖിനെ കുറിച്ച് പറഞ്ഞപ്പോ നബിയായിരിക്കും എന്നാണ് സന്തോഷ വാർത്ത അറിയിച്ചത്. ഇത് പറഞ്ഞിടത്ത് മുഫസ്സിരീങ്ങൾ പറയാണ് കൈഫ യുബശ്ശിറുഹു ബി ഇസ്ഹാഖ നബിയൻ, എങ്ങനെയാണ് അല്ലാഹ് ഇബ്രാഹിം നബിയോട് ഇസ്ഹാഖ് എന്ന ഒരു നബി നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ടെന്നും സുമ്മ യഉമറുഹു ഖബല അൻ യസീറ നബിയൻ, നബിയാകുന്നതിന് മുമ്പ് അർക്കാനും പറയാം. അപ്പൊ ഇബ്രാഹിം നബിക്ക് മനസ്സിലാവും നബിയാകാൻ പോണ ആളെ ഏതായാലും അർക്കൂല. മാത്രമല്ല അതിന്റെ ശേഷം പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഇസ്ഹാഖിന്റെ ശേഷം ഇസ്ഹാഖിന്റെ പരമ്പരയിൽ നിന്ന് ആരും വരും? യാക്കൂബും വരും, അത് നബിയായിരിക്കും. അപ്പൊ ഈ കുട്ടി ഇവിടെ ജീവിക്കണം എന്ന് ഉറപ്പല്ലേ? അപ്പൊ അർക്കാൻ പറഞ്ഞത് ആരെയല്ല? ഇസ്മായിലിനെയാണ്, ഇസ്ഹാഖിനെ അല്ല. കാരണം ഇസ്ഹാഖിന്റെ ശേഷം യാക്കൂബ് വരണമെങ്കിൽ ഇസ്ഹാഖ് ഇവിടെ ഭൂമിയിൽ ജീവിക്കണ്ടേ? ഇസ്ഹാഖ് ജീവിക്കാതെ പേരക്കുട്ടി ഉണ്ടാവോ? യാക്കൂബ് ഉണ്ടാവോ? ഇല്ല. ആ വെളിച്ചത്തിലെല്ലാം, ആ വചനങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, വേദക്കാര് വിശ്വസിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പോലെ അറവ് നടത്താൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം ത്യാഗത്തിന് സന്നദ്ധനായി കൊണ്ടുപോയ മോൻ ഇസ്മായിലാണ്, ഇസ്ഹാഖ് അല്ല. യഹൂദികൾക്കും നസ്രാനികൾക്കും ചില താല്പര്യങ്ങളുണ്ട് അത് ഇസ്ഹാഖ് ആയി കിട്ടാൻ. കാരണം അതിലല്ലേ പവറുള്ളൂ. കാരണം ആ പരമ്പരയിലാണ് ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാരൊക്കെ. ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതിലവർക്ക് അസൂയയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിശ്വസിച്ചത്. അവർ വിചാരിച്ച പരമ്പരയിലല്ല. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ വന്ന അവസാന നബിയാ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അവസരത്തിൽ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് യാക്കൂബ്, യൂസുഫ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് അവർക്കത് സ്ഥാപിച്ചേ പറ്റൂ. അതുകൊണ്ട് അവര് ആ രൂപത്തിൽ തിരുത്തി കുറിച്ചു. അവരുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ മാറ്റിമറിച്ചിട്ട് അവർ പറഞ്ഞു ദബീഹ് അഥവാ അറവിന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ട മോൻ ഇസ്മായിൽ അല്ലാതെ തെറ്റാണ്, ഇസ്ഹാഖാണ് എന്ന് അവർ പറയുന്നു. അത് ശരിയല്ല. അതല്ല പ്രമാണങ്ങളുമായി യോജിച്ച് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക സാന്ദർഭികമായി. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, സംഭവ ബഹുലമായ ഈ ചരിത്രങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ജീവിതത്തെക്കുറിച്ചും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തന്നെയും പ്രവർത്തികളെ കുറിച്ചും വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാനും അമ്പിയാക്കളുടെ പാതയെ പുൽകുവാനും അതിനെ പിന്തുടരുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.